ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസുമായിട്ടാണ്. ആക്ടിവിറ്റീസ് മാത്രമല്ല, പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പാർട്ട് 1 കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കി എല്ലാവരും കാണുക. ഓക്കെ, കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സി. നമ്മൾ കരയിലെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഓരോ ജീവികളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലേ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ സി, അതായത് കടലിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാലോ. ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ് തിന്നുന്നത് സാഡൈനാണ്, അതായത് മത്തി തിന്നുന്നത് സ്മോൾ ഫിഷസിനെയാണ്. പിന്നെ സീ ടേർട്ടിൽ എന്താണ് തിന്നുക? പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ bodies. They are a producers in the habitat system of the ocean അല്ലേ. പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ചെറിയ പായലുകൾ പോലത്തെ ഉപരിതലത്തിലുള്ള പായലുകളെല്ലാം പോലെയുള്ള ചെറിയ പ്ലാന്റ്സ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാമല്ലോ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ഓർഗാനിസംസും ഫുഡ്. ഷാർക്കിൻ്റെ ഫുഡ് സ്ക്വിഡ്, ഫിഷസ്, സീ ടേർട്ടിൽ. സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ കണവ, ഫിഷസ് അറിയാം, സീ ടേർട്ടിൽ. ഓക്കെ, പിന്നെ എന്താ? സാഡൻ എന്ന് പറഞ്ഞാൽ മത്തിയുടെ ഫുഡ് എന്താണ്? സ്മോൾ ഫിഷസും പ്ലാങ്ക്ടണുമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാങ്ക്ടണും സ്മോൾ ഫിഷസും ആണ് സാഡൈൻ്റെത്. ഇനി സീ ടേർട്ടിലിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്? പ്ലാന്റ്സ് പാർട്ടും ഫിഷസും ആണ്. പിന്നെ സ്മോൾ ഫിഷസിൻ്റെ ഫുഡ് എന്താണ്? പ്ലാങ്ക്ടണാണ്. ഓക്കെ, ഇനി പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ട്രീ ഒബ്സർവ് ചെയ്തിട്ട് ഇതേപോലെ ഫുഡ് വെബ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രീൻ്റെ ഒരു ഫുഡ് വെബ് നമുക്ക് എഴുതി നോക്കിയാലോ. ട്രീ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ എന്ത് തിന്നും? വേംസ്, പുഴുക്കൾ തിന്നും. അപ്പോൾ പുഴുക്കൾ ആരാണ് തിന്നുക? ലിസാർഡ്, പല്ലി അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, ഓന്ത് എന്നൊക്കെ പറയില്ലേ, അത് തിന്നും. അപ്പോൾ അതിനെ ആര് തിന്നും? ബേർഡ്, പക്ഷികൾ തിന്നും. പക്ഷികളെ ആര് തിന്നും? സ്നേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ പരിസരത്ത് കാണുന്ന ചെറിയൊരു ഫുഡ് വെബ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാലോ. ഫോർ സർവൈവൽ, അങ്ങനെ പറഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ കൊടുത്ത പിക്ചർ ഒബ്സർവ് ചെയ്യുക. അതിൽ ആരൊക്കെയുണ്ട്? ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ അല്ലേ. നിങ്ങൾ ഫിഷിനെ കാണുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിനെ കാണുന്നുണ്ട്. പിന്നെയോ, വാട്ട് കോമ്പണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? എന്താണ്? ഫിഷിന് സർവൈവ് ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, കോമ്പണൻസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൺലൈറ്റ് വേണം, അത്യാവശ്യമാണ് ഫിഷിന് ജീവിക്കാൻ വേണ്ടി. പിന്നെയോ അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലേ, അക്വാട്ടിക് പ്ലാന്റ്സ് വേണം. എങ്ങനെ? പായൽ പോലത്തെ, പൂപ്പൽ പോലത്തെ ഒക്കെ ചെടികൾ വേണം. പിന്നെ എന്താണ് വേണ്ടത്? വാട്ടർ, ഓക്സിജൻ, മൈക്രോ ഓർഗാനിസംസ്. വെള്ളം വേണം, ഓക്സിജൻ വേണം, പിന്നെ ചെറിയ ജീവികളൊക്കെ വേണം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി പറയുന്നത് ഒരു പോണ്ടിലെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്തൊക്കെയാണെന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാമല്ലേ ഏതൊക്കെയാണെന്ന്. ക്രാബ്, ഫ്രോഗ്, ഫിഷ്, ടോർട്ടോയിസ്, ക്രെയിൻ, സ്നേക്ക്, ഡക്ക് ആൻഡ് സ്നെയിൽ. ഇതൊക്കെയാണ് ലിവിങ് തിങ്സ്. ഇനി നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സാൻഡ് അഥവാ പൂഴി അല്ലെങ്കിൽ മണ്ണ്, വാട്ടർ, സ്റ്റോൺ, എയർ വെള്ളം, കല്ല്, വായു. ഓക്കെ, ദ ഹാബിറ്റാറ്റ് അതായത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എ പാഡി ഫീൽഡ് ഈസ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കോമ്പണൻസ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. വയലിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഒരുപാട് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ, അതായത് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്താണ് പരസ്പരം ആശ്രയിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. നിങ്ങളെ അടുത്തുള്ള ഗാർഡനിൽ ഇതേപോലുള്ള ഹാബിറ്റാറ്റ്സ് കണ്ടെത്തി ഒരു നോട്ട്സ് തയ്യാറാക്കാനാണ് പറയുന്നത്. വാട്ട് ആർ ദ ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്? ഈ ഒബ്സർവേഷൻ നോട്ടിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? എയിം ഓഫ് ഒബ്സർവേഷൻ അല്ലേ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഹാബിറ്റാറ്റ് ഉണ്ടോ എന്നാണ്, ആവാസ വ്യവസ്ഥയാണ് നിരീക്ഷിക്കുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം നമുക്ക് ഗാർഡനിൽ പോയി സൂക്ഷ്മമായി നിരീക്ഷിക്കണമെങ്കിൽ മാത്രം മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ എന്താ പറയുന്നത്? കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ. അതിലെന്തൊക്കെയാണ് വരുന്നത്? വെയർ, ഹൗ, വെൻ. എവിടെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? എപ്പോഴാണ് ഒബ്സർവ് ചെയ്യുന്നത്? രാത്രിയാണോ, പകലാണോ, രാവിലെയാണോ?
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ ഫൈൻഡിങ്സ്, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയെന്ന്. പിന്നീട് ലാസ്റ്റ് എഴുതേണ്ടതാണ് കൺക്ലൂഷൻസ് അല്ലേ. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻസ് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വേണ്ടത്. ഈ വീഡിയോയിൽ ഇത്രയുമാണുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ.